ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചരണത്തിലും മേൽക്കൈ നേടി മണലൂരിലെ ഇടതുപക്ഷം. കഴിഞ്ഞ ദിവസം സിപിഐഎം, സിപിഐ എന്നീ കക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് സിപിഐഎം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ മണലൂരിലെ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിനായുള്ള ചുവരെഴുത്തുകളും പോസ്റ്റർ പ്രചരണവും സജീവമാക്കി പ്രവർത്തകർ. മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലാണ് മതിലെഴുത്ത് സജീവമായി ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകമാനമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് അഭിവാദ്യമർപ്പിച്ച് മണ്ഡലത്തിലുടനീളം പ്രകടനങ്ങൾ നടന്നിരുന്നു. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടത്തിയ ശേഷമാണ് പ്രചരണ പ്രവർത്തകർ സജീവമായിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുമ്പ് തന്നെ ചുവരുകളിൽ പാർട്ടിയുടെ ചിഹ്നവും LDF സ്ഥാനാർത്ഥിയെന്നും രേഖപ്പെടുത്തിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രചരണത്തിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞത് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത്. UDFന്റെ സ്ഥാനാർത്ഥിയായുള്ള TN പ്രതാപന്റെ പ്രചരണവും സജീവമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പോസ്റ്റർ പതിച്ച് പ്രചരണത്തിൽ വലിയ കുതിപ്പ് നേടാൻ UDFനായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രതാപനായി തയ്യാറാക്കിയ പോസ്റ്ററാണ് പതിച്ചിട്ടുള്ളതെന്ന ആരോപണവുമായി ചില കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ പേര് പ്രഖ്യാപിച്ചതോടെ മണലൂരിലെ പോരാട്ടം കനക്കുമെന്നതിൽ സംശയമില്ല.